ഇപ്പോൾ ഇതുവരെ പുറത്തു വന്ന വിവരങ്ങൾ അനുസരിച്ച് അത് ഒഫീഷ്യലായിട്ട് സ്ഥിരീകരിച്ചിട്ടില്ല. താങ്കൾ പറഞ്ഞതുപോലെ ട്രംപ് സെൻട്രൽ കമാൻഡിനെ അവർ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ടല്ലോ, അവിടെ നിന്ന് പിൻവലിച്ചു. ട്രംപ് ഒരു ഈ ഫ്രോസൺ അസറ്റ്സിൽ ഒരു പാർട്ടെങ്കിലും റിലീസ് ചെയ്യും. പിന്നെ ഇറാൻ സ്ട്രേറ്റ് ഓഫ് ഹോർമസ് പാസേജസ് ഫ്രീ ആക്കും. പക്ഷേ ഇറാൻ പറഞ്ഞിട്ടുണ്ട് പാസേജസ് ഫ്രീ ആക്കും, പക്ഷേ അത് ഇറാൻ മോണിറ്റർ ചെയ്യും, കൺട്രോൾ ചെയ്യുന്നു. അപ്പൊ അങ്ങനെയാണ് ഇരിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ ഭാഗം ആണെന്ന് ചോദിച്ചാൽ ഒരു മാസത്തിനകോ 2 മാസത്തിനകോ രണ്ടുപേരും കൂടി ഇരുന്ന് ന്യൂക്ലിയർ മാറ്റേഴ്സ് ഡിസ്കസ് ചെയ്ത് ഒരു തീരുമാനം ഉണ്ടാക്കും. അപ്പൊ അങ്ങനെയാണ് ഇരിക്കുന്നത്. പക്ഷേ എനിക്കൊരു സംശയം മാത്രമേ ഉള്ളൂ. അതായത് ട്രംപ് ഇതുവരെ ട്രംപിന്റെ ഫാമിലി ബിസിനസ് ഒരുപാട് പൈസ ഉണ്ടാക്കിയിട്ടുണ്ട്, ഇൻസൈഡർ ട്രെയിനിങ് കൂടി. അതായത് ട്രംപ് പ്രസ്താവന പുറപ്പെടുവിക്കാൻ പോവുകയാണെന്ന് അറിയുമ്പോൾ അതിന് 5 മിനിറ്റ് മുമ്പ് ഒരുപാട് ഡീൽസ് നടത്തുക ഓയിലിന്റെ. ഈ അടുത്ത ദിവസം 2 മിനിറ്റിനുള്ളിൽ 6 മില്യൺ ബാരൽസിന്റെ ട്രേഡ് നടന്നു. ഏതാണ്ട് അത് 7 മണി കാലത്തായിരുന്നു അമേരിക്കൻ ടൈമായിട്ട് പറയുന്നത്. ആ ട്രേഡ് ഡീൽ നടന്നതിന് ശേഷം 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ട്രംപിന്റെ ഒരു പ്രസ്താവന ഉണ്ടായി. അപ്പോ അതുണ്ട്. അപ്പോ ഇങ്ങനെ ഇൻസൈഡ് ഡീൽ വഴി കൂടുതൽ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണെന്ന് നമുക്ക് തീർച്ചയായിട്ടും ആ സാധ്യത നിരാകരിക്കാൻ സാധിക്കില്ല. പക്ഷേ എന്റെ അഭിപ്രായം ട്രംപിന് പൊളിറ്റിക്കൽ കോഴ്സ് മനസ്സിലായി ശരിയായിട്ട്. അതായത് മെമ്മോറിയൽ ഡേ ഒക്കെ ആണല്ലോ, അപ്പൊ അമേരിക്കൻസ് ഒരുപാട് ട്രാവൽ ചെയ്യും. അപ്പൊ പമ്പിൽ പോകുമ്പോൾ വില കൂടിക്കൊണ്ടിരിക്കുന്നു. അതൊന്ന്. രണ്ടാമത് ഇറാൻ വളരെ കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അവർ തിരിച്ചടിക്കും. GCCയിലെ ഓയിൽ ഇൻസ്റ്റലേഷൻസും വാട്ടർ ഡീസാലിനേഷൻ പ്ലാന്റ്സും അവർ തകർക്കും. അത് തകർക്കാനുള്ള മിലിറ്ററി കേപ്പബിലിറ്റി അവർക്കുണ്ട്, മനസ്സിലായില്ലേ? അപ്പോ GCCക്കാരും ട്രംപിനോട് പറഞ്ഞു തുടങ്ങി. അപ്പോൾ ലേറ്റസ്റ്റ് നമ്മൾ കേൾക്കുന്ന ട്രംപ് ഇതുവരെ MBS സൗദി അറേബ്യ, ഞാനത് അദ്ദേഹത്തിന്റെ എന്താ പറയുക സോഷ്യൽ വോയിസ് കേട്ടോ. സൗദി അറേബ്യയോട് സംസാരിച്ചു, UAEയോട് സംസാരിച്ചു, ഖത്തറിനോട് സംസാരിച്ചു, ടർക്കിയോട് സംസാരിച്ചു, പാകിസ്ഥാനിൽ സംസാരിച്ചു എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. അതിലൊരു തമാശയുണ്ട്. സൗദി അറേബ്യയുടെ കാര്യത്തിൽ ട്രംപ് എഴുതിയിരിക്കുന്നത് പ്രസിഡന്റ് MBS എന്നാണ്. അപ്പൊ അതിന്റെ അർത്ഥം അദ്ദേഹം ധരിപ്പിക്കാണ് ഇതൊക്കെ എഴുതുന്നത്. അത് കോൺഫിഡൻസ് ആണ്. അല്ലെങ്കിൽ അദ്ദേഹത്തിന് പ്രൈം മിനിസ്റ്റർ പദവിയും കൂടി ഉണ്ട്. പക്ഷെ എല്ലാവരും അദ്ദേഹത്തെ എപ്പോഴും കോൺഫിഡൻസ് എന്നാണ് വിളിക്കുന്നത്. സർ, അതുപോലെ തന്നെ എത്രത്തോളം ട്രംപിനെ ഇനിയും വിശ്വസിക്കാം? ഈ പലതവണ ആവർത്തിക്കുന്ന ചോദ്യമാണ്. എന്നാൽ ഈ ഒരു അവസാന നിമിഷത്തിൽ ട്രംപിന്റെ വാക്കുകളെ അങ്ങനെ പൂർണ്ണമായും വിശ്വസിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഒരു പരിധി കഴിഞ്ഞാൽ മാർക്കറ്റും അദ്ദേഹത്തെ വിധിപ്പിക്കില്ല. മനസ്സിലായത്? പ്രസ്ഥാനം പുറപ്പെടുവിക്കുക. അപ്പൊ ഓയിൽ പ്രൈസ് ഒന്നല്ലെങ്കിൽ കൂടും അല്ലെങ്കിൽ താഴും. അപ്പൊ അത് 3-4-5 പ്രാവശ്യം ഇപ്പൊ ചെയ്തു കഴിഞ്ഞു. അപ്പൊ ഇനി 7ാമത്തെ പ്രാവശ്യം പ്രസ്ഥാനം പുറപ്പെടുത്ത മാർക്കറ്റും അത് സീരിയസ് ആയിട്ട് എടുക്കില്ല. എന്റെ അഭ്യൂഹം അദ്ദേഹത്തിന് ശരിയായിട്ട് മനസ്സിലായി. ഇതുവരെ ചെയ്തത് അബദ്ധമായിരുന്നു, അതുകൊണ്ട് ഇതാണ് നല്ലത്. പക്ഷെ ഒരു കാര്യം മാത്രം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, അദ്ദേഹത്തിന് വേറൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അത് വിക്ടറി കോട്ട് ആൻഡ് കോട്ട് ഡിക്ലെയർ ചെയ്തിട്ട് ഞാനിപ്പോ ദുബൈയിലേക്ക് മൂവ് ചെയ്യാൻ പോവാണെന്ന് പറയാമായിരുന്നു. പക്ഷേ ട്രംപ് തന്നെ അതിൽ വേറൊരു എന്താ പറയുക ഒബ്സ്റ്റക്കിള് അദ്ദേഹത്തിന്റെ പ്ലാൻസിന് ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് ന്യൂക്ലിയർ മാറ്ററിനെ സംബന്ധിച്ചിടത്തോളം സാങ്ഷൻസ് റിവോക്ക് ചെയ്യാതെ ഇറാൻ യാതൊരു തരത്തിലും വിട്ടുവീഴ്ചയും ചെയ്യില്ല.
ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.